വയനാട് ചുവരുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. ഒരു നിമിഷം പോലും വൈകാതെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിൽ നടത്തിയ ഇടപെടലുകൾ മാതൃകാപരമായി. അത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് അവർക്ക് ജീവനോപാധി അടക്കമുള്ള എല്ലാ സഹായങ്ങളും നൽകാനും കഴിയും. വീട് നഷ്ടപ്പെട്ടവർക്ക് ഒന്നിച്ച് താമസിക്കാൻ സൗകര്യമൊരുക്കണം എന്ന ദുരന്തബാധിതരുടെ ആവശ്യം അംഗീകരിച്ചാണ് ടൗൺഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത്. പദ്ധതിക്ക് 351 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മാതൃകാ വീടിന്റെ വാർപ്പ് മെയ് 17-ന് പൂർത്തിയായി. ആദ്യ സോണിൽ ഉൾപ്പെട്ട 27 വീടുകളുടെ ഫൗണ്ടേഷനും പൂർത്തിയായിട്ടുണ്ട്. ആകെ 410 വീടുകളാണ് മാതൃകാ പുനരധിവാസ ടൗൺഷിപ്പിൽ ഉയരുക. ഇതിനു പുറമെ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന റോഡ് പ്രവൃത്തികൾക്ക് 57 കോടി, പുന്നപ്പുഴയിൽ അടിഞ്ഞ ദുരന്താവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ആദ്യഘട്ടത്തിൽ 65 കോടി, ദുരന്തത്തിൽ തകർന്ന ചുവരുമല അട്ടമല റോഡ് നിർമ്മാണത്തിന് 38 കോടി, ഇത്രയും ഭരണാനുമതികളും നൽകിയിട്ടുണ്ട്. പ്രതിസന്ധികളിൽ ഉലിയാതെ നിന്ന് നാടിനായി നിലകൊണ്ട LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തിവെക്കാനുള്ള നേട്ടങ്ങളെന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. മാനവികതയും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കെട്ടായി ജനങ്ങൾ സർക്കാരിനൊപ്പം നിന്നു. ഒട്ടും അനായാസമായിരുന്നില്ല ഈ യാത്ര. അനേകം പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പ്രളയങ്ങളായും മഹാമാരികളായും അവയാഞ്ഞടിച്ചു. പതറാതെ സ്ഥൈര്യത്തോടെ ജനങ്ങളോടൊപ്പം സർക്കാരും അവയെ നേരിട്ടു. എന്നാൽ ആ ഘട്ടങ്ങളിൽ പോലും കേരളത്തിനെതിരെ നിന്ന ചില ശക്തികൾ ഉണ്ടായിരുന്നു എന്നത് നാം തിരിച്ചറിയണം. അവർ ഈ നാടിനെയും സർക്കാരിനെയും ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു. ദേശീയ തലത്തിൽ പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിയപ്പോഴും 2016-17 മുതൽ സംസ്ഥാന തലത്തിൽ കേരളം 13ാം പഞ്ചവത്സര പദ്ധതി വിജയകരമായി നടപ്പാക്കി. 14ാം പഞ്ചവത്സര പദ്ധതി ഇപ്പോൾ നടന്നു വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായ വാർഷിക പദ്ധതി മുരടിച്ചു എന്ന ആരോപണങ്ങളാണ് കഴിഞ്ഞ വർഷം വ്യാപകമായി ഉയർന്നത്. എന്നാൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കായുള്ള വാർഷിക പദ്ധതിയുടെ വകയിരുത്തലിന്റെ 110% യഥാർത്ഥ ചെലവ്. മൊത്തം സംസ്ഥാന പദ്ധതിയുടെ അടങ്കലിന്റെ 96% ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നയങ്ങൾ കാരണം സൃഷ്ടിക്കപ്പെട്ട സാമ്പത്തിക വിഷമത്തിനിടയിലും തനത് വരുമാനം വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ഫലപ്രദമായ നടപടികളാണ് പദ്ധതി ചെലവ് കാര്യക്ഷമമായി നിർവഹിക്കാൻ കാരണമായത്.